സംസ്ഥാനത്തെ 75,000-ലധികം അധ്യാപകരുടെ തൊഴിൽ സുരക്ഷയെ ബാധിക്കുന്ന കേട്ടറ്റ് പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാർ പുലർത്തുന്ന അലംഭാവത്തിനെതിരെ പ്രതികരണവുമായി ദേശീയ അധ്യാപക പരിഷത്ത്. കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലം അപൂർണവും ഒപ്പിടാത്തതുമാണെന്ന് സുപ്രീം കോടതി രജിസ്ട്രി കണ്ടെത്തിയിട്ടുണ്ട്. കോടതി അനുവദിച്ച 90 ദിവസത്തെ കാലാവധി കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹർജിയിലെ പിഴവുകൾ തിരുത്തി വീണ്ടും സമർപ്പിച്ചിട്ടില്ല. ഇക്കാരണത്താൽ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഡിഫക്റ്റ് പട്ടികയിൽ തുടരുകയാണ്. അതേസമയം ദേശീയ അധ്യാപക പരിഷത്തിൻ്റേത് ഉൾപ്പെടെയുള്ള 42 ഹർജികളിൽ നാളെ സുപ്രീം കോടതി തുറന്ന കോടതിയിൽ വാദം കേൾക്കും. 75,000-ഓളം അധ്യാപകരുടെ ജോലിയെ ബാധിക്കുന്ന വിഷയത്തിൽ ഇടത് വലത് അധ്യാപക സംഘടനകളായ KSTA, KPSTA ഈ 2 അധ്യാപക സംഘടനകൾ ഉൾപ്പെടെയുള്ള മറ്റാരും തന്നെ അധ്യാപക പക്ഷത്ത് നിന്ന് കോടതിയിൽ ഈ റിവ്യൂ പെറ്റീഷൻ സമർപ്പിച്ചിട്ടില്ല. കേരളത്തിൽ നിന്ന് NTU അധ്യാപകരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് 2025 സെപ്റ്റംബർ 1 സുപ്രീം കോടതി പ്രസ്താവിച്ച ടെറ്റ് നിയമത്തിനെതിരായിക്കൊണ്ട് റിവ്യൂ പെറ്റീഷൻ സമർപ്പിച്ചത് കോടതി തുറന്ന കോടതിയിൽ കേൾക്കാൻ ഓക്കെ എന്ന് പറഞ്ഞത് അധ്യാപകർക്ക് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ്. റെക്ടിഫിക്കേഷൻ വേണ്ടുന്ന ലിസ്റ്റിൽ പെട്ടിട്ടുള്ള കേരള സർക്കാരിൻ്റെ ഈ റിവ്യൂ ഹർജി അതിനനുവദിക്കപ്പെട്ട 90 ദിവസങ്ങൾ കഴിഞ്ഞു. അതിലധികം ദിവസങ്ങളായിട്ടും അത് റെക്ടിഫൈഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റി, അതായത് ന്യൂനതകൾ പരിഹരിക്കാൻ പോലും കേരള സർക്കാർ തയ്യാറായിട്ടില്ല.